ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പൊറോട്ട മട്ടൻ കറി 150 പോയിന്റ്, ചിക്കൻ ബിരിയാണി 150 പോയിന്റ്, വെജ് ബർഗർ 100 പോയിന്റ്, നോൺ വെജ് ബർഗർ 100 പോയിന്റ്, ഹാഫ് ഷവായി 100 പോയിന്റ്, ചിക്കൻ നൂഡിൽസ് 90 പോയിന്റ്. അങ്ങനെ ടോട്ടൽ 690 പോയിന്റ്സിന്റെ സാധനങ്ങളാണ് അക്ബർ പണിപ്പുരയിൽ പോയി എടുത്തത്. അപ്പൊ പോയിന്റ്സ് എക്സീഡ് ആയി. 500 സംതിങ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന പോയിന്റ്സ്. അനീഷാണല്ലോ ക്യാപ്റ്റൻ. അപ്പൊ അനീഷാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാസ്മ ടിവിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞ അക്ബറിന്റെ കൂടെ. ഈ സമയത്ത് അനീഷ് ബിഗ് ബോസിനോട് ഒരു കാര്യം പറഞ്ഞു, പോയിന്റ്സ് എക്സീഡ് ആയ സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്ക് തിരിച്ചു വെക്കാം എന്ന്. ഓൾറെഡി മത്സരാർത്ഥികൾ എല്ലാവരും പട്ടിണി ഇരിക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു ഡയലോഗ് വളരെ അൺവാണ്ടഡ് ആയിരുന്നു, ഇറലവന്റ് ആയിരുന്നു. ഒരാവശ്യമില്ലാത്തൊരു ഡയലോഗ് ആയിരുന്നു ഇത്. അവിടെ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. 190 പോയിന്റിനുള്ള സാധനങ്ങൾ തിരിച്ചു വെച്ചാൽ മതി. സത്യം പറഞ്ഞാൽ അക്ബർ അത്രയും ടാക്ടിക്കലായിട്ട് സമയം ഒട്ടും കളയാതെയാണ് അകത്ത് പോയി സാധനങ്ങൾ എടുത്തത്. കണ്ണടിച്ചു പോകാനായിട്ടുള്ള സെറ്റിംഗ് ആയിരുന്നു അതിനകത്ത് ബിഗ് ബോസ് ചെയ്തു വെച്ചിരുന്നത്. ലൈവ് കണ്ടവർക്ക് അറിയാം. അവിടെ അക്ബർ ഒട്ടും തന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളഞ്ഞില്ല. അനീഷ് അങ്ങനെ ഒരു അൺവാണ്ടഡ് സ്റ്റേറ്റ്മെന്റ് അടിച്ചപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇയാൾ എന്താണ് ഈ വീട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന ആളല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ചോദ്യമാണ്. എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കാൻ ടൈമിംഗ് എക്സീഡ് ആയിട്ടൊന്നുമില്ല. 190 പോയിന്റ്സിനുള്ള സാധനങ്ങൾ കൂടുതൽ എടുത്തു. അത് തിരിച്ചു വെക്കണം എന്നായിരുന്നു ക്യാപ്റ്റൻ പറയേണ്ടിയിരുന്നത്. വളരെ ബാലുഷ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അനീഷ പറഞ്ഞത്. ചോദ്യം ചെയ്തപ്പോൾ പറയുവാണ് പണിയെടുക്കാനും പട്ടിണി കിടക്കാനും എല്ലാവരും റെഡി ആയിരിക്കണമെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി റോബോട്ടാണോ മനുഷ്യനാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും 200 പോയിന്റ്സിന്റെ സാധനങ്ങൾ അക്ബർ തിരിച്ചു വെച്ചു. ഷവായും നോൺ വെജ് ബർഗറും ആണെന്ന് തോന്നുന്നു തിരിച്ചു വെച്ചത്. ആര്യനും ശൈത്യം വെജാണ്. ആ വെജ് ബർഗർ എടുക്കുന്നതിന്റെ പേരിൽ ബിന്നിയുമായിട്ട് ആര്യൻ ഒരു ചെറിയൊരു തർക്കം ഉണ്ടാക്കി. ഹൗസിലുള്ള എല്ലാവർക്കും വേണ്ടിയും റിസ്ക് എടുക്കാതെ ഒരു ഗെയിമാണ് നമ്മുടെ അക്ബർ പണിപ്പുര റൂമിൽ പോയി കാഴ്ചവെച്ചത്. എല്ലാവരെയും കൺസിഡർ ചെയ്തുള്ള ഒരു ഗെയിമാണ് അക്ബർ കളിച്ചത്. രണ്ടാമത്തെ ബസർ അടിക്കുന്നതിന് ഒരു 4-5 സെക്കൻഡ് മുമ്പ് തന്നെ അക്ബർ വെളിയിൽ ഇറങ്ങി. എന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി ആ ഒരു ട്രെയിൽ വെച്ചു. അപ്പൊ അങ്ങനെ ഒരു ഗെയിം, അത് വളരെ നല്ലൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു തവണ പണിപ്പുരയിൽ പോയത് കൊണ്ടായിരിക്കാം, അത് വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ആദില നൂറയുടെ കൂടെ പോയപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സമയം എക്സീഡ് ആയതുകൊണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.